അസ്സലാമു അലൈക്കും. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരു വീക്കെൻഡ് സ്പെഷ്യലായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി മട്ടൻ മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ആവശ്യത്തിനായിട്ടുള്ള 1 കിലോ മട്ടനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ വലിയ പീസായിട്ടുള്ള മട്ടൻ എടുക്കുന്നതാണ് ഒന്നും കൂടി നല്ലത്. പക്ഷെ നമ്മൾ എല്ലാവരും ഉള്ളതുകൊണ്ട് വീട്ടിലേക്കുള്ളൊരു നമ്മൾ വീട്ടുകാർക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മളുടെ ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ എനിക്കൊരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് മതി. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് നമ്മൾ കശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ആഡ് ചെയ്യുന്നുള്ളത്. 1 ടേബിൾ സ്പൂണ് നല്ല ജീരകം, പിന്നെ കുറച്ച് പട്ടയും അതേപോലെ തന്നെ ഒരു 2 ബേ ലീവ്സും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു 10 ഗ്രാമ്പു, അതേപോലെ തന്നെ ഒരു 8 ഏലക്ക, 1.5 ടേബിൾ സ്പൂണ് നമ്മുടെ മല്ലി, ഫുള്ളായിട്ടുള്ള മല്ലി, അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂണ്, 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് എന്നിവ ചേർത്ത് പിന്നെ ഒരു ഉള്ളിയുടെ പകുതി കേട്ടോ, അതായത് നമ്മുടെ സാധാരണ ഓണിയൻ്റെ പകുതി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഈ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് നമുക്കൊന്നിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാരിനേഷൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇത് ഓവർനൈറ്റ് ഒരു ദിവസം നമ്മളൊരു അറ്റ്ലീസ്റ്റ് 20 ഹവേഴ്സൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ടൻ കിട്ടും. ഞാനിവിടെ ഇപ്പോൾ രാത്രിയാണ് ചെയ്ത് വെക്കുന്നുള്ളത്. ഇനി നമ്മൾക്ക് ഇതിന് മസാല പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി പേസ്റ്റും ഞാൻ ആഡ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ ഫസ്റ്റ് എണ്ണയിലോട്ടേക്ക് സോട്ട് ചെയ്തിട്ട് എടുക്കണം. അതിലേക്ക് ഒരു പകുതി വലിയ ഉള്ളി, അതായത് നിങ്ങളുടെ കയ്യിൽ ചെറുതാണ് ഉള്ളി ഉള്ളതെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ആ ഉള്ളിയും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഈ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മട്ടൻ്റെ ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലൊരു നൈസ് സോട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് സോട്ടായിട്ട് വരുമ്പം ഇതിൽ തന്നെയാണ് നമ്മൾ അരി വേവിക്കുന്നുള്ളത്. അപ്പോൾ അരിക്ക് ആവശ്യമായിട്ടുള്ള 2 ഗ്രാമ്പു, 2 നമ്മുടെ ബേ ലീവ്സ്, ഒരു 4-5 ഗ്രാമ്പും 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ടൊരു നല്ലൊരു മിക്സായ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഫുള്ളായിട്ടുള്ള ക്യാപ്സിക്കം കേട്ടോ അത് ആഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഇതിനെ സോട്ട് ചെയ്തിട്ട് എടുക്കണേ. അപ്പോൾ ഈ സോട്ട് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് ഇതൊന്ന് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ എണ്ണ ഇതായി വരുമ്പോൾ കണ്ടുന്നില്ലേ നിങ്ങൾ, എണ്ണ കാണുന്നില്ലേ? ഈ എണ്ണ നമുക്ക് മാറ്റണം. അപ്പോൾ ഇതിന്ന് കുറച്ച് എണ്ണ നമുക്ക് മാറ്റിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു 5 ടേബിൾ സ്പൂണ് വരും നമ്മൾ ഇത് മാറ്റുമ്പോൾ. ഇത് വലിയൊരു സ്പൂണാണ്. ഇത് ഒരു 3 ടേബിൾ സ്പൂണോളം വരുന്ന ഒരു സ്പൂണാണ്. ഞാൻ ഇത്ര ഓയിൽ ഇതൊന്ന് മാറ്റിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓയിൽ നമുക്ക് ആവശ്യമുണ്ട്, നമ്മളത് മാറ്റിയിട്ട് വെക്കേണ്ടതാണ്, കളയരുത്. ഇനി ഇതിലേക്ക് നമ്മുടെ അരി നമ്മൾ എത്രയാണ് എടുക്കുന്നുള്ളത്, ഒരു ഗ്ലാസ് അരിക്ക് 1.25 ഞാൻ വെള്ളം ചേർക്കുന്നുള്ളത്. നമ്മൾ ബിരിയാണിക്ക് ആകുമ്പം, അതായത് ബിരിയാണി, മന്തി ഇതുപോലത്തെ സംഭവത്തിന് അതുപോലെയാണ് വെള്ളത്തിൻ്റെ കണക്കെടുക്കേണ്ടത്, കൂടുതൽ എടുക്കരുത്. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടൻ ഏകദേശം വെന്ത് വരുമ്പം ഇപ്പോൾ ഈ ഓൾറെഡി ഒരു 40 മിനിറ്റ്സ് കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും മട്ടൻ്റെ. അപ്പോൾ നന്നായിട്ട് മട്ടൻ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് മട്ടൻ മാറ്റിയെടുത്ത പിന്നെ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ആണ് അരിയും എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെ ഈ മട്ടൻ മാറ്റി വെച്ച മട്ടനിലേക്ക് 1 ടേബിൾ സ്പൂണ് അറബിക് മസാല, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഗരം മസാല ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ നേരത്തെ നമ്മൾ മസാല ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഓയിലില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് ഇതാവുന്നതിലേക്ക് നമുക്ക് 2 ലെമണും കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഞാനിപ്പോൾ ഇതുപോലത്തെ ചട്ടിയിലായതുകൊണ്ടാണ് ഫോയിൽ എടുക്കുന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ അപ്പച്ചെമ്പ് ഉണ്ടെങ്കിൽ അപ്പച്ചെമ്പിലാകുമ്പോൾ നമുക്ക് അതിൻ്റെ അപ്പച്ചട്ടിയുടെ തട്ട് തന്നെ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ഫോയിൽ വെച്ച് ഇതുപോലെ കത്തിയിലോ അല്ലെങ്കിൽ ടൂത്ത് പിക്കിലോ നമ്മളിങ്ങനെ ഹോൾസ് ആക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഈ ഹോൾസിന് മേലെ ഓരോന്നായിട്ട് നമ്മുടെ മട്ടൻ
വെച്ച് കൊടുക്കാം. അപ്പം ഇതിനൊരു സ്റ്റീം ഫ്ലേവർ കൂടി കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മട്ടൻ ഒന്ന് ഇതേ മസാല ഇട്ടിട്ട് പാനിൽ സോട്ട് ചെയ്തിട്ട് എടുത്താലും കുഴപ്പമില്ല. ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും ഒരു 35 to 40 മിനിറ്റ്സ് വരെ ആകുമ്പോഴേക്ക് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടാവും. നല്ല ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നുള്ള. കണ്ടില്ല, അടിപൊളിയായിട്ടുള്ള മട്ടനും അതേപോലെ തന്നെ റൈസും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മന്തിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, മന്തിയുടെ ചോറ് ഇതുപോലെ ആയിരിക്കണം. അല്ലാണ്ട് നല്ലോണം ഇങ്ങനെ ഇങ്ങനെ നല്ലോണം വെന്ത് കലങ്ങാനും പാടില്ല. അതേപോലെ തന്നെ ഒരു വടി പോലെ തന്നെ നിൽക്കണം. വെന്തിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വടി പോലെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ആ ബാക്കിയുള്ള ഓയിൽ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ചെറിയൊരു സ്പേസ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിലേക്ക് ചാർക്കോൾ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചാർക്കോൾ ഇട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് മൂടി ഒരു 10 മിനിറ്റും കൂടി നമുക്ക് ദമ്മിട്ട് കൊടുക്കാവുന്നതാണ്. തീ ഓഫ് ചെയ്യുക, തീ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുണ്ട് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ മറക്കരുത്. അപ്പം ഇതുപോലത്തെ അടിപൊളി റെസിപ്പീസോ അല്ലെങ്കിൽ വല്ല ട്രാവൽ ഇവൻറ്റ്സോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് മീ നശ്വാന സൈനിങ് ഓഫ്. പിന്നെ നിങ്ങൾ ഈ മന്തി ട്രൈ ചെയ്താൽ എന്തായെങ്കിലും എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഹോം മെയ്ഡ് സാലത്തയുടെ കൂടിയാണ് കഴിക്കുന്നുള്ളത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ഇറ്റ്സ് മീ നശ്വാന സൈനിങ് ഓഫ്. ബൈ, അസ്സലാമു അലൈക്കും.